السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു. മരണത്തിന് മുമ്പ് ഒരു വിശ്വാസി ചെയ്തിരിക്കേണ്ട അനിവാര്യമായ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വസിയത്ത് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു വിശ്വാസിക്ക് പരലോകത്ത് പ്രതിഫലമായി നിലനിൽക്കുന്നതും അവശേഷിക്കുന്ന ഒരു പുണ്യമാണ് വസിയത്ത് എന്ന് പറയുന്നത്. അത് തന്റെ മരണശേഷം തനിക്ക് ഉപകാരപ്പെടുന്ന അതിമഹത്തായ ഒരു ഇബാദത്തായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ എണ്ണിയിട്ടുള്ളത്. വസിയത്ത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിൽ നിന്ന്, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് മരണത്തോടുകൂടി നമ്മളെല്ലാം വിട്ടേച്ചു പോകുമ്പോൾ മരിച്ചാലും എന്നും നമുക്ക് നിലനിൽക്കുന്ന ഒരു ഭാഗം നമുക്ക് അള്ളാഹു എന്ത് ചെയ്യാണ്? വസിയത്ത് ചെയ്യാൻ വേണ്ടി അനുവദിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ സ്വത്തിന്റെ 1/3 ഭാഗം അത് നമുക്ക് വസിയത്ത് ചെയ്യാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ ഇമാം ബുഖാരി, മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ളൊരു ഹദീസുണ്ട്. മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യൂസി ഫീഹി യബീതു ലൈലതൈനി ഇല്ലാ വസിയത്തുഹു മക്തൂബത്തുൻ ഇൻദഹു. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. തനിക്ക് വസിയത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരിക്കെ, നമ്മൾ വസിയത്ത് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്, ആ കാര്യമുണ്ടായിട്ടും സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകാനുള്ള അവകാശങ്ങളോ ഉപദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വസിയത്ത് തന്റെ പക്കൽ എഴുതി സൂക്ഷിക്കാതെ 2 രാത്രി പോലും കഴിച്ചു കൂട്ടാൻ മുസ്ലിമായൊരു മനുഷ്യന് പാടില്ല എന്ന് പറഞ്ഞാല് എല്ലാവരും വസിയത്ത് എഴുതി വെക്കണം, അത് നിർബന്ധമാണ് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നിർബന്ധമാണ് വസിയത്തുണ്ട്, സുന്നത്തായ വസിയത്തുണ്ട്, ഹലാലായ വസിയത്തുണ്ട്, ഹറാമായ വസിയത്തുണ്ട്. നിർബന്ധമായ വസിയത്താണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കടമകള്, പിന്നെ ബാധ്യതകള്, കടബാധ്യതകള്, അതുപോലെ തന്നെ കൊടുത്തു വീട്ടാനുള്ള കാര്യങ്ങള്, നമ്മൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകള്, ഇതൊക്കെ നിർബന്ധമായും മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യണം. ഇപ്പൊ പൊതുസ്വത്ത് നമ്മുടെ കയ്യിലുണ്ട്, പള്ളിന്റെയോ മദ്രസന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൊതു സ്വത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വസിയത്ത് നിർബന്ധമായും നമ്മൾ എഴുതി വെക്കണം. ഇന്ന ആൾക്ക് ഇന്നത്ര കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അത് സാക്ഷ്യപത്രമായിട്ട് തന്നെ എഴുതി വെക്കണം. അത് നിർബന്ധമാണ്. പിന്നെ സുന്നത്തായ വസിയത്ത്. സുന്നത്തായ വസിയത്ത് പറഞ്ഞാല് നമ്മൾ മരിച്ചാലും നമ്മളെ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾ ഉണ്ടാവും, അവർക്ക് നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ചെലവുകൾ ഉണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ ചെലവിൽ കഴിഞ്ഞിരുന്ന സാധുക്കൾ ഉണ്ടാവും. നമ്മൾ മരിക്കുന്നതോടുകൂടി അത് അവസാനിക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ സ്വത്തിന്റെ 1/3 ഭാഗത്തിൽ നിന്ന് നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം? വസിയത്ത് എഴുതി വെക്കാം. വസിയത്ത് ഇന്ന് രേഖയായിട്ട് വെക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ. രേഖയായി അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ എന്താവും? പിന്നെ അത് അന്യം വിട്ടുപോകും. അപ്പൊ അതാണ് ഇതിലുള്ള പ്രധാനം. മാത്രല്ല, നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ഇത് വഖഫ്, വസിയത്ത് എന്നൊക്കെ പറയുന്നത്. ഈ വഖഫും വസിയത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് സമ്പാദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, കടകളുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, മറ്റെന്തെങ്കിലും വരുമാനങ്ങളുണ്ട്, തോട്ടങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ മരിച്ചാൽ പിന്നെ നമുക്കൊരു ഉപകാരമില്ല, പിന്നെ മറ്റുള്ളവരെന്ത് ചെയ്യും? അവകാശികളാവും. പക്ഷെ നമ്മൾ മരിച്ചാലും നമുക്ക് നമ്മുടെ ഖബറിൽ വന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അതിലൊരു ഭാഗം പള്ളിക്ക് വേണ്ടിയോ, എന്നും നിലനിൽക്കുന്ന മദ്രസന് വേണ്ടിയോ, അല്ലെങ്കിൽ ഒരു പൊതു ഹോസ്പിറ്റലിന് വേണ്ടിയോ, ഒരു പൊതു സ്ഥാപനത്തിന് വേണ്ടിയോ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ നീക്കി വെച്ചാൽ അത് നമ്മൾ മരിച്ചാലും നമുക്ക് ഖബറിലേക്ക് വരുന്ന ഒരു വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. സഹാബാക്കളെ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞങ്ങളില് ആരൊക്കെ സമ്പത്തുണ്ട് അതൊക്കെ എന്ത് ചെയ്യുന്നു? വഖഫ് ചെയ്യാതുണ്ടായിരുന്നില്ല.
എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹാബാക്കൾ മുഴുവൻ നമുക്കറിയാം, എല്ലാവരും അധികം പട്ടിണിക്കാരാണ്. എന്നിട്ടും അവര് വസിയത്ത് ചെയ്യാതെ ഉണ്ടായിരുന്നില്ല, വഖഫ് ചെയ്തിരുന്നു. കാരണം അവർക്ക് പരലോകത്ത് ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദുനിയാവിൽ എത്ര കിട്ടിയാലും നമുക്ക് തികയില്ല, പക്ഷെ പരലോകത്തേക്കാണ് നമുക്ക് വേണ്ടത് എന്നവർ മനസ്സിലാക്കി അവരെന്തിരുന്നു, വഖഫ് ചെയ്തു വെച്ചിരുന്നു. നബിയിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം, വസിയത്തിന്റെ ഹദീസ് കേട്ടതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, വസിയത്ത് ചെയ്യാതെ 2 ദിവസം പോലും കടന്നുറങ്ങൂല എന്ന് പറഞ്ഞാൽ എല്ലാ രാത്രി വസിയത്ത് ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു വെക്കും എന്നുള്ളത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് 1/3 കൂടുതൽ പാടില്ല എന്നുള്ളതാണ്. സ്വത്തിന്റെ 1/3 പാടുള്ളൂ, ബാക്കി നമ്മൾ അനന്തരാവകാശികൾക്കുള്ളതാണ്. ഞാൻ എന്തായാലും മരിക്കുകയാണെങ്കിൽ എനിക്കിതൊന്നും ഉപകാരമല്ല എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം, മുഴുവൻ ധർമ്മം ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അതാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തില് ഞാൻ മരണത്തോട് ഇങ്ങനെ അടുത്തു പോയിട്ടുള്ള ഒരു വലിയ രോഗം എനിക്ക് ബാധിച്ചു. മരിക്കാനായി എന്നുള്ള രീതിയിലുള്ള രോഗം വന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ സന്ദർശിച്ചപ്പോ സഅദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, എന്നെ ബാധിച്ചിട്ടുള്ള അസുഖം നിങ്ങൾ കാണുന്നില്ലേ? എനിക്കാണെങ്കിൽ ആകെ ഒറ്റ പെൺകുട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ സമ്പത്തൊക്കെ ധർമ്മം ചെയ്തോട്ടെ, വസിയത്ത് ചെയ്യട്ടെ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പാടില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എങ്കിൽ എന്റെ സമ്പത്തിൽ നിന്ന് 2/3 ഭാഗം ഞാൻ വസിയത്ത് ചെയ്യട്ടെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതും പറ്റൂല. എന്നാ പകുതി ചെയ്തിട്ടേ? അതും പാടില്ല. എന്നാൽ 1/3. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സുലുസു കസീർ, 1/3 ധാരാളമാണ്. അത് നമുക്ക് മതി, ഉള്ള സമ്പത്തിന്റെ 1/3. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നമ്മളെ സന്താനങ്ങളെ, നമ്മുടെ അനന്തരാവകാശികളെ ആളുകൾക്കിടയിൽ യാചിക്കുന്നവരായിട്ട് ദരിദ്രരായി വിട്ടേക്കുന്നതിനേക്കാൾ നല്ലത് അവരെ ധനികരായിട്ട് അവരെ വിടുകയാണ് നല്ലത് എന്ന് പറഞ്ഞാൽ മുഴുവൻ ധർമ്മം ചെയ്യാൻ ഇസ്ലാം എന്ത് ചെയ്യണില്ല, അനുവദിക്കണില്ല. അത് അവരുടെ അവകാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറഞ്ഞു. വഅസല്ലാഹു അൻ യർഫഅക, ഒരുപക്ഷെ അള്ളാഹു നിനക്ക് ആയുസ് ദീർഘിപ്പിച്ചു തന്നേക്കാം, എന്നിട്ട് ആ സമ്പത്ത് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. മറ്റു ചിലർ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാണ്, ഉപദ്രവം എന്ന് പറഞ്ഞാല് ശത്രുക്കൾക്ക് നിന്നെ കൊണ്ട് എന്ത് ചെയ്യാണ്, പിന്നെ ഇസ്ലാമിന് വേണ്ടി നന്മയുണ്ടായേക്കാം എന്ന് അവിടുന്ന് പറഞ്ഞു. അന്ന് ഒറ്റ മകളേ ഉള്ളൂ. പിന്നീട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, സഅദ് ഇബ്നു അബി വഖാസ് അവിടുന്ന് ഒറ്റ അവകാശി മാത്രം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് 1/3 എന്ത് വസിയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതന്നെ പിന്നെ റയീസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന, തർജുമാനുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ലൗ അന്നന്നാസു ഗല്ലൗ മിനസ് സുലുസി ലിർറുബ് എന്ന് പറഞ്ഞാൽ ആളുകൾ വസിയത്ത് ചെയ്യുന്നത് 1/3 നിന്ന് 4/1 ആക്കുന്നതാണെങ്കിൽ, 1/4 ആക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മനസ്സിലായിട്ടുണ്ടാവുന്നരുത്. 3/1 4/1 മാറ്റുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു കേട്ട് പറയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3/1 തന്നെ ധാരാളമാണെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത്രയും പാടില്ല, അതിലും കുറഞ്ഞതായിട്ടാണ് വസിയത്ത് ചെയ്യേണ്ടത് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമല്ലാത്ത വസിയത്തുകൾ, സ്വത്തിന്റെ 1/1 കൂടുതൽ ആരെങ്കിലും വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാത്തിലാണ്. ഒരാൾ 1/1 കൂടുതൽ വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് ബാത്തിലാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വസിയത്ത് ചെയ്യുമ്പോൾ അനന്തരാവകാശികൾക്ക് പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ വസിയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹജ്ജത്തുൽ വദായിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് അഅത കുല്ലി ദീ ഹഖ്ഖിൻ ഹഖ്ഖ, ഓരോരുത്തർക്കും കൊടുക്കേണ്ട അവകാശങ്ങൾ അള്ളാഹു കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം വസിയത്ത് നിർബന്ധമായിരുന്നു. ഇസ്ലാമിൽ ആദ്യത്തില് വസിയത്ത് നിർബന്ധമാണ്. എല്ലാവരും വസിയത്ത് ചെയ്തേ പറ്റൂ, അയാളുടെ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത്. പിന്നീട് സൂറത്തുൻ നിസായിലെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്ക് ഇത്ര എന്നുള്ളത്, പിന്നെ 8-1, അതേപോലെ 6-1, ഇതൊക്കെ ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള ആയത്തിറങ്ങി. ആ ആയത്തിറങ്ങിയതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ പറഞ്ഞു, അള്ളാഹു ഓരോരുത്തർക്കും എത്ര കൊടുക്കേണ്ടെന്നുള്ള അവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു ഫലാ വസിയ്യത ലിവാരിസ്, അതുകൊണ്ട് ഇനി അനന്തരാവകാശിക്ക് വേറെ വസിയത്ത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ മരിച്ചാൽ എന്റെ മകൻ എന്റെ സമ്പത്തുനിന്ന് കിട്ടും, അതിനു പുറമെ ഞാൻ എഴുതി വെക്കാണ് ഇത് എന്റെ മകനുള്ളതാണ് എന്ന് എഴുതി വെക്കാൻ പാടില്ല. അപ്പൊ എന്തായി? മറ്റുള്ളവർക്ക് തടയാണ്, മറ്റുള്ള അവകാശികൾക്ക് തടയപ്പെടലാണ്. അതുകൊണ്ട് ലാ വസിയ്യത ലിവാരിസ്, അനന്തരാവകാശിക്ക് വസിയത്തില്ല.
അതുകൊണ്ടാണ് മക്കൾക്ക് നമ്മൾ സ്വത്ത് കൊടുക്കുമ്പോ ഒരു മകന് പ്രത്യേകമായിട്ട് കൂടുതൽ കൊടുക്കുക, അത് പാടില്ല. അത് കൃത്യമായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ അനന്തരാവകാശിക്ക് വസിയത്തില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. അതേപോലെ വസിയത്തിലൂടെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് വൻ പാപാണ്. അർഹതപ്പെടാത്ത രീതിയിൽ വസിയത്ത് ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് യഥാർത്ഥ അവകാശിക്ക് അനന്തരമായി ഒന്നും ലഭിക്കാതിരിക്കാൻ വേണ്ടി തനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് എന്ത് ചെയ്യാണ് വാരിക്കോരി കൊടുക്കുക. നമ്മളെ നാട്ടിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താവും, അതില് സ്വന്തം സഹോദരനൊക്കെ എന്ത് ചെയ്യും, സ്വത്ത് പോവും, ആണുങ്ങൾക്ക് പോവും. അപ്പൊ എന്ത് ചെയ്യാണ്, എന്റെ പെൺകുട്ടികൾക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മക്കളുടെ പേരിൽ മുഴുവൻ സ്വത്ത് എഴുതി വെക്കുക. അപ്പൊ അതെന്താവും, മറ്റുള്ളവർക്ക് തടയപ്പെടും. അങ്ങനത്തെ രീതിയിൽ അത് ഉപദ്രവമാണ് എന്ന് ഇസ്ലാം എന്ത് ചെയ്തു, പിന്നെ വിലക്കിയിട്ടുണ്ട്. ആ വസിയത്ത് ഹറാമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ ഹലാലായ വസിയത്തുകൾ. ഹലാലായ വസിയത്ത് എന്ന് പറഞ്ഞ ഉദാഹരണത്തിന്, ഞാൻ മരിച്ചാല് എന്റെ മരണശേഷം എന്നെ കുളിപ്പിക്കുന്നത് ഇന്ന ആളായിരിക്കണം, അങ്ങനെ വസിയത്ത് ചെയ്യുന്നവര്. നല്ല മതബോധമുള്ള അല്ലെങ്കിൽ പടച്ചോനെ പഠിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എന്നെ കുളിപ്പിക്കുന്ന അയാളായിരിക്കണം, അങ്ങനെ വസിയത്ത് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിനോട് വസിയത്ത് ചെയ്തിരുന്നു എന്നാണ്. നിങ്ങൾ കുളിപ്പിക്കണം, ഭർത്താവ് കുളിപ്പിക്കണം എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുളിപ്പിക്കാൻ വേണ്ടി അസ്മാ ബിൻത് ഉമൈസ് എന്ന് പറഞ്ഞാല് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യ, അവരോട് വസിയത്ത് ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, വസിയത്ത് ചെയ്യുന്നതുകൊണ്ട് വിരോധമല്ല, അത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഹറാമായ വസിയത്തുകൾ. ഹറാമായ വസിയത്ത് എന്ന് പറഞ്ഞാല് പിന്നെ നിഷിദ്ധമായ കാര്യത്തിന് വേണ്ടി, ഇത് ഞാൻ മരിച്ചാൽ ഈ സ്വത്തിൻ്റെതിനുള്ളതാണ്, അല്ലെങ്കിൽ എന്റെ സ്വത്തിന് ഇത്ര ഭാഗം അതിനാണ്. ഒരു സിനിമാ ഹാള് കെട്ടാൻ വേണ്ടി, ഇന്നത്തെ നൈറ്റ് ക്ലബ്ബുകള്, അതേപോലുള്ള ഒരു ഉപകാരം ജനങ്ങൾക്ക് ഹലാലായ രീതിയിൽ ഒരു ഫലപ്രദമായിട്ടുള്ള ഒന്നും അല്ലാത്ത രീതിയിൽ വസിയത്ത് ചെയ്യുക. ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിക്കും വേണ്ടി ഞാൻ ആ സ്ഥലം എന്ത് ചെയ്തു, സിനിമാ ഹാളിന് വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ ഇന്നതിന് വിട്ടു, നൈറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് പിന്നെ രാത്രിയിൽ എന്ത് ചെയ്യാണ്, ഉല്ലസിക്കാൻ വേണ്ടി. അതൊക്കെ എന്ത് ഉപകാരമുള്ള സമൂഹത്തിന്, അതുകൊണ്ടൊക്കെ ദ്രോഹം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഇതെന്ത് ചെയ്യാണ്, പിന്നെ ഹറാമാണ് എന്നുള്ളതാണ്. അതേപോലെ വസിയത്തുകൾ രേഖയായിരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ കക്ഷികൾ തമ്മിൽ തർക്കമില്ലാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അത് ഔദ്യോഗികമായ രേഖകളായി വെക്കണം. അതിന് 2 സാക്ഷികൾ വേണം. അതിന് പിന്നെ എഴുതേണ്ട രൂപങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യണം, ഫുഖാക്കള് എഴുതി വെച്ചിട്ടുണ്ട്. ഹംദും ബിസ്മിയും ഹംദും സലാത്തും ഷഹാദത്തൊക്കെ ചൊല്ലി ഇന്ന ആൾക്ക് കൊടുക്കുന്ന വസിയത്ത് എന്ന് പറഞ്ഞ് എഴുതി രേഖപ്പെടുത്തി അവസാനം സാക്ഷികൾ എന്ന് പറഞ്ഞ് എഴുതണം എന്നതാണ് അതിലെ രീതിയുള്ളത്. അതാണ് വസിയത്തുമായി ബന്ധപ്പെട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.